ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു നവറാസ് കിച്ചൺ. അപ്പോൾ നവറാസ് കിച്ചണിൻ്റെ പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും ഇതുവരെ നവറാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ അയക്കുക. എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വീഡിയോയിൽ വരുത്തുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക, ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1.5 ഗ്ലാസ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും അളക്കുന്ന ഒരു ഗ്ലാസ് നിങ്ങൾ കാണുന്നുണ്ടാവും, പ്ലാസ്റ്റിക്കിൻ്റെ, അതിലാണ് അളന്നിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പാകത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളൊക്കെ ഉപ്പ് ഉണ്ടായിക്കോട്ടെ. അതുപോലെ തന്നെ ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഇതൊരു ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മതി, അധികമായി പോവരുത്. അധികമായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ റെഡ് കളർ കണ്ട് കിട്ടൂല. എന്നിട്ട് ഇതിനെ നന്നായിട്ട് അരിച്ചെടുക്കണം. ഒരു 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും അങ്ങനെ തരിച്ചെടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു പൊടി നമുക്ക് കളഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ഇങ്ങനെ തരിച്ചെടുക്കുക. ഇപ്പോൾ 1.5 ഗ്ലാസ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പാകത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എല്ലാ കേക്കിലേക്കും ചെയ്യുന്ന പോലെ തന്നെ ഇത് ഏത് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ അരിച്ചെടുക്കുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ. എന്നാലേ കേക്ക് നമുക്ക് നന്നായിട്ട് പൊന്തി കിട്ടുള്ളൂ. അരിച്ച ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിതൊരു ഡ്രൈ ആയിട്ടുള്ള നമ്മൾ നേരത്തെ മൈദ എടുത്തിരുന്ന ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലാണ്, ഈ വലിയ ബൗളിലാണ് എനിക്ക് മിക്സ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെച്ചത്. ഇനി ഒരു 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു ചൂടുള്ള പാലായിക്കോട്ടെ, പറ്റ തണുത്ത പാലാവരുത്, ചെറിയൊരു ചൂടിൽ ഉള്ള പാല്. അതിലേക്ക് നമ്മളൊരു ഒരു ടീസ്പൂണ് സുർക്ക ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെന്താ വെച്ചാൽ ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാദ്യം ഒന്ന് നമ്മൾ മിക്സ് ആക്കിയിട്ട് ഒരു സ്ഥലത്തേക്ക് അടച്ചു മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തിരുന്ന ബൗളിൽ തന്നെ നല്ലോണം തുടച്ച് റെഡിയാക്കിയ ശേഷം അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണ് ബട്ടർ മതിയാവും ഇതിലേക്ക്. പിന്നെ നമ്മൾ ഓയിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബട്ടർ ചേർത്തിട്ട് അതിനെ നമുക്ക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം. ഫ്രിഡ്ജിൽ നിന്നുള്ള ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ലൂസായി കിട്ടൂല, ബീറ്റ് ചെയ്യുമ്പോൾ തെറിച്ചു പോവും. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ നമുക്കത് അതിനേക്കാളും കൂടുതൽ കിട്ടും, 1 ഗ്ലാസ്സിനേക്കാളും. അപ്പോൾ 1 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ആ പൊടിച്ചതിനെ അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ ഫുള്ളായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു തരി പോലെയാണ് ഉള്ളത്. അതിലേക്ക് ഇനി കോഴിമുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 2 കോഴിമുട്ടയാണ് ചേർത്തിട്ടുള്ളത്. ഈ 2 കോഴിമുട്ടയും റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയായിരിക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ 1 ഗ്ലാസ് മൈദയിലേക്ക് 3 കോഴിമുട്ട എന്നൊക്കെയല്ലേ കണക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ ബട്ടർ മിൽക്ക് ചേർക്കുന്നതുകൊണ്ടാണ് ഈ 2 കോഴിമുട്ട ഇതിലേക്ക് ചേർക്കുന്നത്. 2 കോഴിമുട്ട തന്നെ ഇതിലേക്ക് ധാരാളമായിരിക്കും. ഓക്കെ, എന്നിട്ട് ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ. അപ്പോൾ നമുക്ക് ആ ബട്ടർ മിൽക്കിൽ ഇതിലേക്ക് ചേർക്കുമ്പോഴുള്ള ആ വെള്ളവും എല്ലാം കൂടി ചേരുമ്പോൾ അത് ഓക്കെ ആവും. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ കാണിച്ച കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന എല്ലാ അളവിനും യൂസ് ചെയ്യുന്ന കപ്പ്. ആ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പാണ്. എന്നിട്ട് ആ ഓയിലും ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ഹൈയിലിട്ട് ബീറ്റ് ചെയ്യണ്ട, ലോയിലിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സുർക്കയും നമ്മുടെ കേക്കിനെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കും. പിന്നെ ബേക്കിംഗ് സോഡ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആ പൊടി തരിച്ചെടുക്കുന്ന സമയത്ത് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം. ഞാനിവിടെ ബേക്കിംഗ് പൗഡറേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലേവറിനും കൂടെ വേണ്ടി വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. എസൻസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ റെഡ് വെൽവെറ്റ് ഒക്കെ ആവുമ്പോൾ കൂടുതലും വാനിലയാണ് യൂസ് ചെയ്യുക.
അതും ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്ക് ഇതാ ഇതുപോലെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിനെ നല്ലോണം മിക്സ് ആക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുക. അതും ചേർത്തിട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലോയിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ, തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ബീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ പൊടി ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോയിൽ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഹൈയിലിട്ട് ബീറ്റ് ചെയ്യണ്ട, ലോയിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് ചെയ്താലും മതി. ബീറ്റർ വേണമെന്നൊരു നിർബന്ധമില്ല. വിസ്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാം. ഇനി അതല്ല സ്പൂൺ ആണെങ്കിലും തന്നെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താലും മതി, അതൊന്നും പ്രശ്നമില്ല. അങ്ങനെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളും നമ്മൾ അതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നല്ലോണം അതിനെ മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ റെഡ് വെൽവെറ്റിന് ആവശ്യമായ നിറത്തിന് വേണ്ടിയിട്ടാണ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ആ ഫുഡ് കളർ ചേർത്തിട്ട് ഒന്നും കൂടെ ബീറ്റർ വെച്ചിട്ട് ഞാനൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. അത് പെട്ടെന്ന് എല്ലായിടത്തും മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചിലപ്പോൾ തവി വെച്ചിട്ട് മിക്സ് ആക്കുമ്പോൾ എത്രത്തോളം അങ്ങോട്ട് ഫില്ലായി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു റെഡ് കളറിലാണ് ഞാൻ മാവ് റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ നിറം വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇത്രയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ലൂസല്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് പാനിലാണ് തയ്യാറാക്കുന്നത്. അടുപ്പത്ത് വെച്ചിട്ട് ഒരു സോസ് പാൻ പോലത്തെ പാനിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം ബട്ടർ ഇട്ടിട്ടൊന്ന് ചട്ടി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് 4 ഭാഗത്തേക്കും ആക്കിയ ശേഷം നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ബാറ്റർ. അപ്പോൾ അടിയിലൊരു തട്ട് വെച്ചിട്ടുണ്ട്. ആ തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിരുന്ന അടി കരിയാതെ നമുക്ക് കിട്ടും. മറ്റേത് നേരിട്ട് ചൂട് തട്ടുമ്പോൾ അടി കരിഞ്ഞിട്ടായി പോകും കിട്ടുക. ഇപ്പോൾ നമ്മൾ മാവ് ഇതാക്കിയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 35 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ കേക്കിൻ്റെ മുകൾ ഭാഗം വെന്ത ശേഷം ആ മുകൾ ഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് കേക്കിൻ്റെ പുറത്ത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ ഞാനത് ഇടക്ക് വെച്ച് ഒന്ന് അടപ്പ് തുറന്നത് കൊണ്ടാണ് അതിൻ്റെ നടുഭാഗം അങ്ങനെ ആയിപ്പോയത്. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി കേക്കിനെ കട്ട് ചെയ്തെടുക്കാണ് വേണ്ടത്. അതിൻ്റെ മുകൾ ഭാഗം ഞാൻ അത് പൊടിക്കാൻ വേണ്ടി മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. ഇനി ഇതുപോലത്തെ ഒരു കേക്ക് കട്ടറാണ്. ഇത് ഇവിടുന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിനെ നമുക്ക് ഓരോ ലെയറാക്കിയിട്ട് കട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ എന്ന് വെച്ചാൽ കത്തി അതിനുള്ളിൽ കൂടെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ വെച്ച് കയറ്റി കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളിതിനെ രണ്ട് ലെയർ ആക്കിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. 2 ലെയർ എന്ന് വെച്ചാൽ ഇതുപോലെ 2 പീസാണ് ആക്കിയിട്ടുള്ളത് കേക്കിനെ. വേണമെങ്കിൽ ഒന്നും കൂടെ ചെറുതാക്കാം. അപ്പം ഞാൻ ഇനിയും ചെറുതാക്കുമ്പോൾ അത് പറ്റെ കട്ടി കുറഞ്ഞിട്ട് മുറിഞ്ഞു പോകുമെന്ന് കരുതിയിട്ടാണ്. കാരണം കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ചിലപ്പോൾ മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് വരണ്ടാന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വക്ക് ഭാഗങ്ങളൊക്കെ നമ്മൾ ചട്ടിയിലായതുകൊണ്ട് കുറച്ച് ബലത്തിലുണ്ടാവും. അതൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക. ഒന്ന് സൈഡൊക്കെ ഒന്ന് ശരിക്കും കട്ട് ചെയ്തിട്ട് അടിയിലെ ഈ ബ്ലാക്ക് അല്ല ഈ ബ്രൗൺ കളറിൽ വന്നിട്ടുള്ളത് ഒന്നിങ്ങനെ വരണ്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് മാറ്റി വെച്ചതിനെ ഇതുപോലെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ കേക്ക് ചൂടാറിയിട്ട് ഞാനത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കേക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം വേണം നമ്മളതിൽ മുകളിലുള്ള ക്രീം കോട്ടിംഗ് ഒക്കെ കൊടുക്കാൻ. ചൂടോട് കൂടി ഒരിക്കലും ചെയ്യരുത്. ചൂടോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രീം ലൂസായി പോവും. അപ്പോൾ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തതിനെ നമ്മളൊരു പാനിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കും കൂടി ചെയ്യുന്നുണ്ട്. വറുത്തിട്ട് പൊടിക്കുമ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടും. അല്ലാതെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തന്നെ പൊടിച്ചെടുത്താൽ അത് കേൾക്കുമ്പോൾ ശരിക്ക് കോട്ടിങ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുള്ള ക്രീം ഫ്രോസ്റ്റിങ് ചെയ്യാൻ പോവുകയാണ്. ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കുകയാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ വിപ്പിംഗ് ക്രീം, പക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത്
1 ലിറ്ററിൻ്റെതാണ് ഉള്ളത്. അപ്പോൾ 1 ലിറ്റർ ഫുള്ള് ഇതിലേക്ക് എടുക്കുന്നില്ല. നമ്മൾ കേക്ക് കുറച്ച് ചെറിയ കേക്കാണ്. അതിപ്പോൾ ഒരു 500 ഒക്കെ മതിയാവും. 500 ഗ്രാം ഒക്കെ മതിയാവും അതിലേക്ക്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു പകുതിയാണ് എടുക്കുന്നത്. ഇതിൽ ഒട്ടും മധുരം ഇല്ലാത്ത ക്രീമാണ്. ചില ഫ്രഷ് ക്രീം നമുക്ക് ഇതുപോലെ വിപ്പിംഗ് ക്രീം വാങ്ങാൻ കിട്ടും. കുറച്ച് മധുരമായിട്ടുള്ളത്. ഇതിൽ ഒട്ടും മധുരമില്ല. അപ്പോൾ നമ്മൾ അതനുസരിച്ച് പാകത്തിനുള്ള മധുരമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ബീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ബീറ്റ് ചെയ്യുന്ന മെഷീനിൻ്റെ അതിൻ്റെ ആ ബീറ്ററും അതുപോലെ തന്നെ നമ്മുടെ പാത്രവും ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ് ഞാൻ. അപ്പോൾ തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്റ്റിഫായിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടും ക്രീം. എന്നിട്ട് ഇടയിലിടയിൽ ഞാൻ ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ഇതാണ്, എന്താ പറയുക, ഐസിങ് ഷുഗറാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഐസിങ് ഷുഗർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഐസിങ് ഷുഗർ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. അത് ചേർത്തുകൊണ്ട് തന്നെ നല്ല സ്റ്റിഫായിട്ടാണ് നമുക്ക് ക്രീം കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇതുപോലെ നല്ല തിക്കായിട്ടാണ് ക്രീം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഐസിങ് ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ക്രീം ചീസ് കൂടി ചേർക്കുന്നുണ്ട്. റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ക്രീം ചീസിൻ്റെ ടേസ്റ്റും കൂടെ ഈ ക്രീമിൻ്റെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് അവോയ്ഡ് ചെയ്യാതെ തന്നെ തീർച്ചയായും ചേർത്ത് കൊടുക്കുക. അതിനൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ക്രീം ചീസ് ചേർത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ക്രീം ചീസ് ആണെങ്കിലും ക്രീം ആണെങ്കിലും ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുപ്പോട് കൂടി വേണം ചെയ്യാൻ, പുറത്ത് വെച്ചിട്ട് ചെയ്യരുത്. ഇപ്പോൾ ഇവിടെ ഫ്രോസ്റ്റിങ്ങിനുള്ള ക്രീം തയ്യാറായിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ ആ പൊടി ഇതുപോലെ വറുത്തിട്ട് മിക്സിയിലെടുത്ത് പൊടിച്ചതാണ്. അപ്പോൾ കണ്ടോ നല്ല തരിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. കേക്കിനെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഡിസൈനിങ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ്. എനിക്ക് അത്ര വലിയ ഡിസൈനിങ് ഒന്നും ചെയ്യാൻ അറിയില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഒരു വിധത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൽ കുറച്ച് ക്രീം തേച്ച് കൊടുക്കുക. എന്നിട്ട് അടിയത്തെ ലെയറായ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളെപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒന്നെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഈ ഷുഗർ സിറപ്പും തന്നെ നല്ല തണുത്തിരിക്കണം. കാരണം എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഈ സമയത്ത് ചൂടായിട്ടുള്ളത് ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ക്രീം പെട്ടെന്ന് ലൂസായി പോവും. അതുകൊണ്ടാണ് പറയുന്നത് കേക്കും ഷുഗർ സിറപ്പും ഈ ഉണ്ടാക്കുന്ന വിപ്പിംഗ് ക്രീമൊക്കെ നല്ല ഒരു തണുപ്പോട് കൂടി തന്നെ തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ലെയറിൽ നമ്മൾ ക്രീം തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളത് 2 ലെയറേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം ക്രീം ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് തന്നെ ഞാനിതിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീം തേച്ചെടുത്തിട്ട് ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. ആ വൈറ്റ് ചോക്ലേറ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇടയിൽ ആ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. അടുത്ത ലെയറും ഞാൻ വെച്ച് കൊടുത്തു. അപ്പോൾ അടുത്ത ലെയർ ഞാൻ നേരത്തെ അടിഭാഗമാണ് വെച്ച് കൊടുക്കുന്നത് കേക്കിൻ്റെ. മുകൾ ഭാഗത്തൊന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ബ്രൗൺ ഷെയ്ഡൊക്കെ ഒന്ന് കത്തി കൊണ്ട് വരണ്ടി കളഞ്ഞായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഷുഗർ സിറപ്പ് ആക്കിയിട്ട് വീണ്ടും ക്രീം ആക്കിയിട്ട് മൊത്തത്തിൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഇവിടെ ഫുള്ളായിട്ട് കോട്ട് ചെയ്തു. അപ്പോൾ ഈ കേക്കിന് ക്രീം പുരട്ടുന്ന സംഗതി അതിൽ ഡിസൈൻ ചെയ്യുന്നതൊന്നും എനിക്ക് വലിയൊരു വശമായി വന്നിട്ടില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഓരോ ഡിസൈൻ അറിയുമ്പോൾ അതനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഈ പൊടി ഈ കേക്കിൻ്റെ സൈഡുകളിലൊക്കെ ഇങ്ങനെ പറ്റിച്ച് വെച്ച് കൊടുക്കുക. അപ്പോഴാണ് കേക്കിന് കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് അത് നല്ല റെഡ് കളറിലുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ നല്ലോണം ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇതിൽ ഒരു ഹാർട്ട് ഷേപ്പിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തതാണ്. ആ ബട്ടർ പേപ്പറിനെ നമ്മൾ
നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് അതിന്റെ ബാക്കി ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 ഹേർട്ട് ഷേപ്പ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ രണ്ടിനെയും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിന്റെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ആയിട്ട് പൊടി ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മളെ കേക്കിന്റെ പൊടി തന്നെയാണ്. ഇപ്പൊ നമ്മളിതാ ആ കേക്ക് പൊടി എല്ലായിടത്തും ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ചുറ്റിലും. എന്നിട്ട് ഞാൻ ആ ബട്ടർ പേപ്പർ അതിന്റെ നടുവിന്ന് എടുത്ത് മാറ്റി. എന്നിട്ട് ആ ഭാഗത്ത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ചോപ്പ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ആ ഭാഗം ഹേർട്ട് ഷേപ്പ് കളർ ഒന്നും കൂടി വൈറ്റ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വിപ്പിംഗ് ക്രീം എന്താ പറയുക, വിപ്പിംഗ് ക്രീം എല്ലാം നമ്മൾ കേക്ക് ബോർഡിൽ നിന്ന് ഒരു ചെറിയ കേക്ക് ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ കേക്ക് ബോർഡ് നമ്മൾ മാറ്റിയിട്ട് ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഒന്നായിട്ട് ക്രീമും പൊടിയൊക്കെ ആയിട്ട് പനഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം അത് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഈ ഹേർട്ടിന് ചുറ്റും നമ്മൾ ചെറിയ ഒരു ഫ്ലവർ ഷേപ്പിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു നോസിലിട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിനെ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ കുത്ത് കുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ അങ്ങനെ ചെയ്തു. ഇത് ഞാൻ റോസ് പൂ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ ഈ ഫോണ്ടൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഡോ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഉണ്ടാക്കിയ റോസ് പൂവാണ്. ആ ഡോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഐസിങ് ഷുഗർ എങ്ങനെയാണെന്നുള്ളതും കൂടെ ഒരു വീഡിയോ ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇൻഷാല്ല അടുത്തത് അത് ഇടുന്നതായിരിക്കും. അത് വെച്ചിട്ടാണ് ഞാൻ ഈ റോസ് പൂവും അതുപോലെ തന്നെ ഈ ലീഫും തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ഈ കേക്കിൽ വെച്ച് കൊടുക്കുകയാണ്. അത് അതിൽ സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന പോലത്തിലൊക്കെ ഞാൻ ഇതിനെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നവറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.